2021 LDF പ്രകടന പത്രികയിൽ 900 വാഗ്ദാനങ്ങളിൽ 97% നടപ്പാക്കാൻ സർക്കാരിന് കഴിഞ്ഞെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പിണറായി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അവരുമായി ചർച്ച ചെയ്തിട്ടാണ് അവരുടെ അഭിപ്രായമായിരുന്നു ഞങ്ങളെല്ലാവരും ഒരു നാട്ടില് ഒരു കുടുംബം പോലെ ജീവിച്ചവരാണ്. നിങ്ങള് പുനരധിവാസത്തിന്റെ സഹായം നൽകിയാൽ ഞങ്ങൾ അതും വാങ്ങി ഓരോ കൊമ്പത്താവും. ഞങ്ങൾക്കെല്ലാം ഒരിടത്ത് ജീവിക്കാനുള്ള സൗകര്യം ഒരുക്കണം. ഇത് അവരുടെ അഭിപ്രായമായിരുന്നു. ആ അഭിപ്രായം കേട്ടപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ടൗൺഷിപ്പ് നിർമ്മിക്കാമല്ലോ എന്ന് ആലോചിച്ചു. ആ ടൗൺഷിപ്പ് നിർമ്മാണത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഒറ്റക്കങ്ങ് തീരുമാനിക്കല്ല ചെയ്ത്, ഗവൺമെന്റ് നിലക്ക് മാത്രം തീരുമാനിക്കല്ല ചെയ്ത്. പ്രതിപക്ഷത്തിന് റോളുണ്ടല്ലോ. എല്ലാവരും ആ ഘട്ടത്തിൽ ഒന്നിച്ചല്ലേ ഒരു വികാരത്തിലേ നിൽക്കുന്നത്. അവരെ ഞങ്ങൾ വിളിച്ചു, പ്രതിപക്ഷ നേതാവിനെയും ഉപനേതാവിനെയും വിളിച്ചു, സംസാരിച്ചു. എങ്ങനെയാണ് സ്ഥലം എടുക്കേണ്ടത്, ആ സ്ഥലത്ത് വീട് നിർമ്മിക്കുന്നത് എങ്ങനെയാണ്, വീടിന് പൈസ ഈ ഓഫർ ചെയ്തവർ പൈസ തരേണ്ടത് എങ്ങനെയാണ് എന്നെല്ലാം ഉള്ള കാര്യങ്ങൾ ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്യുകയാണ്. പൊതുവായ തീരുമാനം ഉണ്ടാവുകയാണ്. അങ്ങനെയാണ് കാര്യങ്ങൾ നീങ്ങുന്ന നിലവന്ന് ടൗൺഷിപ്പ് എന്നുള്ള ആശയമാണ്. ഞാൻ ഈ ചോദ്യത്തിന് മാത്രം പറയാം, മറ്റു കാര്യങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. അപ്പോ അങ്ങനെ വന്നപ്പോ വീട് നിർമ്മാണം പൂർത്തിയായി. വീട് നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഇവരെ വിളിച്ചു. അപ്പൊ അവര് അവിടെ ചില അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. വീട് പൂർണ്ണമായി താമസിക്കുന്നതിന് വിഷമമില്ല, പക്ഷെ മാലിന്യ നിർമ്മാർജ്ജനം അതുപോലുള്ള കാര്യങ്ങൾ കൂടി ഒരുക്കേണ്ടതുണ്ട്. അപ്പൊ അവര് പറഞ്ഞ് ഞങ്ങൾ താമസിക്കുന്നത് അതുകൂടി ഒരുങ്ങിയതിനു ശേഷമാണ് ഞങ്ങൾക്ക് ഇപ്പൊ